ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ്. അപ്പൊ ഞാൻ എങ്ങനെ അവിടെ എത്തി എന്നുള്ള കഥയാണ് ഇന്നത്തേത്. ഇന്ന് വൈകുന്നേരം എനിക്കൊരു റിസപ്ഷൻ ഉണ്ട്. എന്റെ കൂടെ കിങ്സിൽ വർക്ക് ചെയ്ത ഷൈനി മിസ്സിന്റെ മോളുടെ കല്യാണമാണ്. എയ്ത്തിന് സ്കൂൾ റീ ഓപ്പണിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും പോകാൻ പറ്റില്ല. അപ്പൊ ഈ ഡ്രസ്സാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നത്. ഇതിന്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. മിറർ വർക്കാണെന്ന് തോന്നിക്കുമെങ്കിലും അത് മിറർ അല്ല, ചെറിയ എന്തോ പ്ലാസ്റ്റിക് പോലത്തെ സംഭവമാണ്. ലുക്ക് ഒന്ന് എലിവേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്രേ നെറ്റിന്റെ ഷോൾ മേടിച്ചിട്ട് ഈ 2 ടൈപ്പ് ലേസ് ഓൺലൈൻ മേടിച്ച് ഫിറ്റ് ചെയ്തതാണ്. അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. സൺസെറ്റ് ഒക്കെ ഇതേ ഇവിടെ വരെയായി. അമ്മേനെ വിളിച്ച് തിരിച്ചെത്തുമ്പോഴേക്ക് അമൃതം കാച്ചി വെക്കണേന്ന് ഞാൻ പറഞ്ഞു. ഇന്നത്തെ ദിവസം ഞാൻ എടുത്ത മികച്ച 2 തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അത്. മറ്റേത് വഴിയേ പറയാം. എല്ലാ ഓണം അവധിക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ കാണുന്ന മൈതാനത്തിന്റെ അങ്ങേ അറ്റത്താണ് പാരിഷ് ഹാൾ. അവിടെ പോയി ക്രിസ്റ്റിയെ കണ്ട് വിഷൊക്കെ ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് ഫെസ്റ്റ് കാണാൻ പോകാൻ. ആളൊരു സിംഗറാണ് കേട്ടോ. അമൃത ടിവിയിലൊക്കെ പാടിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഡിന്നറൊക്കെ ഇവിടെ കഴിഞ്ഞു. തിരിച്ചു വന്നിട്ട് ഞാൻ ഈ ദുപ്പട്ട ഊരി അങ്ങ് കാറിൽ വെച്ചു. അതാണ് ഞാൻ ഇന്ന് എടുത്ത മികച്ച തീരുമാനങ്ങളിലെ 2ാമത്തേത്. ടിക്കറ്റ് കൗണ്ടറിലേക്ക് അടുക്കാൻ പറ്റാത്തത്ര ക്യൂ ഉണ്ടായിരുന്നു. കുറച്ച് കിച്ചൺ ഐറ്റംസ് ഒക്കെ മേടിച്ച് അലന്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് ഞാനും കുക്കും കൂടെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ കയറി. ഇടയിൽ ഓരോ സർബത്തും കുടിച്ചു. ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നപ്പോൾ കൗണ്ടറിൽ തിരക്ക് കുറവ്. ഓടിപ്പിടിച്ച് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. പക്ഷെ അലനെ വിളിച്ചപ്പോഴേക്ക് വണ്ടി തിരിച്ച് ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. അവർ ക്ലോസ് ചെയ്തു ഇതെല്ലാം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചാടിക്കടന്ന് അകത്ത് കയറി. ലാസ്റ്റ് ബാച്ചിന്റെ കൂടെ ഞങ്ങളും ഉള്ളിലെത്തി. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് ഇതിനകത്ത് വന്നതിന് ഫലം ഉണ്ടായി. ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. നല്ല രസമായിരുന്നു എല്ലാം. കുറേ നേരം ഇവിടെ നിന്ന് കാലും കൈയും ഒക്കെ നനച്ചു. 2നെയും പിടിച്ചുകൊണ്ട് പോകാൻ നല്ല പാടായിരുന്നു. ദേ ആ കാണുന്ന സാധനത്തിൽ മേലെ പോയിരുന്ന് ഫുഡ് കഴിക്കാം. ഞങ്ങൾക്ക് എൻട്രി കിട്ടിയപ്പോൾ തന്നെ ഏകദേശം 9:30 കഴിഞ്ഞിരുന്നു. ഇനി നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്താൽ ഒരുപാട് സമയം പോകും. കുറേ ബേർഡ്സും പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ കാണുന്നതാണ് അലൻ ചെയ്തുകൊണ്ടിരുന്ന പണി കേട്ടോ. പക്ഷെ അലൻ ഒരു സ്കൂബ ഡൈവർ അല്ലായിരുന്നു, കൊമേഴ്ഷ്യൽ ഡൈവർ ആയിരുന്നു. ഇത് മാരേജിനൊക്കെ ഒത്തിരി മുന്നേ ഉള്ള പിക്ക. അത് കണ്ട് എക്സൈറ്റഡ് ആയി തീർന്നതും ദേ വരുന്നു മെർമെയ്ഡ്. നിലുവിന് സംഭവം എന്താന്ന് പിടികിട്ടിയില്ലെങ്കിലും അവൻ ആ മെർമെയ്ഡിന്റെ കണ്ണാടിയാണ് ശ്രദ്ധിച്ചത്. പണ്ട് ഞാൻ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ പാവയ്ക്ക് വേണ്ടി കരയുന്ന കണക്കാണ് 2 പേരും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കണ്ണാടി, വാച്ച്, തൊപ്പി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ 2 കൊറോണയും. ആ കയ്യിലുള്ള സാധനത്തിന് അവന്മാർ അതാണ് കേട്ടോ പറയുന്നത്. കോട്ടൺ ക്യാൻഡി ഐസ്ക്രീം ഒക്കെ കഴിച്ച് വിശ്രമിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ തിരക്കൊക്കെ കുറഞ്ഞു. ഇതിൽ ഞാൻ എന്തായാലും കയറില്ല. എനിക്ക് കണ്ടിട്ട് തന്നെ നല്ല പേടിയായി. നിലുവിന് കാർ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു റൗണ്ട് കാർ ഓടിച്ചു. എന്നിട്ട് അലൻ പോയി ജെയിൻ വീലിന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ അതൊന്ന് മറിച്ച് വെക്കാൻ തോന്നിയിരുന്നു. കണ്ടിട്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ താഴേന്ന് ഓരോരുത്തർ കയറുമ്പോൾ കറക്റ്റ് ഇങ്ങനെ പതുക്കെ ടോപ്പ് പോയിന്റിലൊക്കെ പോയി നിൽക്കും. അത് മുഴുവൻ ഫില്ലാവണ്ടേ. കറങ്ങി തുടങ്ങിയാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇതൊക്കെ കഴിയും എന്നുള്ളത് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. നിലുവിൻ്റെ പേടി കണ്ടപ്പോഴേക്ക് പിന്നെ ഞാൻ എൻ്റെ പേടി അങ്ങ് മാറ്റി വെച്ചു. ഞങ്ങൾ 3 പേരും കൂടിരുന്ന് മിന്നൽ വലയും ABCDയും 1 2 3 4ഉം എന്തൊക്കെയോ അവനെ കൊണ്ട് പറയിച്ചു. പക്ഷെ ഇറങ്ങേണ്ട ടൈം ആയപ്പോഴേക്ക് അവൻ ഒന്നും കൂടെ കറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. തിരിച്ച് ഹോസിനെയും ക്യാമലിനെയും ഒക്കെ കണ്ട് ഞങ്ങളിതേ വീട്ടിലേക്ക്. ഇത് മുഴുവൻ പൂട്ടി കെട്ടി കേട്ടോ. ഞങ്ങളേ ഉള്ളൂ ഇനി ഇറങ്ങാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.